എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മൊട്ട ആളാണെങ്കിൽ ആളുടെ ഫുൾ പവർ ബാങ്കായൊക്കെ ഉപയോഗിച്ച് ആ ഒരു മോൺസ്റ്ററിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. മോൺസ്റ്ററിനാണെങ്കിൽ ഒരല്പം അഭിമാനമൊക്കെ തോന്നും. കാരണം മൊട്ടയെ പോലെ അത്രയും പവർഫുള്ളായ ഒരു വാരിയർ സോൾ റീപ്പറിന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞതിൽ അവനിപ്പോൾ കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചുന്ദരിപ്പെണ്ണ് സോൾ റീപ്പർ, അവളാണെങ്കിൽ ഒരുപാട് അറ്റാക്കൊക്കെ കിട്ടി അവരെയൊക്കെ ഒലിച്ച് അങ്ങനെ വീണ് കിടക്കുകയാണ്. അവളുടെ ഓപ്പണന്റ് ആയിട്ടുള്ള ആ അരങ്കാർ മോൺസ്റ്റർ അതിനാണെങ്കിൽ നല്ല പവറാണ്. അതിന്റെ മുൻപിൽ അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് തോഷിറോ അവൻ അവിടേക്ക് പാഞ്ഞു വരികയാണ്. അവളുടെ അവസ്ഥ കണ്ട് തോഷിറോയ്ക്ക് ഒരുപാട് ദേഷ്യവും വിഷമവും പകയൊക്കെ തോന്നും. എങ്ങനെയെങ്കിലും ആ ഒരു ഹോളോയെ അവനെ തകർത്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് അവന്റെ ചിറകൊക്കെ വിരിച്ച് പറന്നു നിൽക്കും. ഇനി മറ്റൊന്നും നോക്കാനില്ല, എന്റെ ബാങ്കായി പവർ ഉപയോഗിച്ച് ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ് തോഷിറോ ആണെങ്കിൽ അവന്റെ ബാങ്കായി പുറത്തെടുക്കും. പക്ഷെ അപ്പോഴും ആ ഒരു അരങ്കാർ ഹോളോയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് തോഷിറോയുടെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ റാഞ്ചി അവനും മറ്റൊരു അരങ്കാറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവൻ തിരിച്ചറിയും അവന്റെ മുൻപിലുള്ള ആ ഹോലോ അരങ്കാർ അത് നിസ്സാരക്കാരനല്ല. അവന് മോൺസ്റ്റർ അരങ്കാരന് അവനെ കഴിഞ്ഞും നല്ല പവറുണ്ട്. സോ എന്റെ ഓരോ മൂമെന്റ്സും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ആ ഒരു ഹോലോ ആണെങ്കിൽ ഇപ്പൊ റാഞ്ചിയോട് ചോദിക്കും, നീ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞോ? അത് കേട്ട് റാഞ്ചിയുടെ പേടി അത് കൂടുകയാണ്. അവൻ നിമിഷ നേരങ്ങൾ കൊണ്ട് അവന്റെ ബാങ്കായി പവർ അത് റിലീസ് ചെയ്ത് ബാങ്കായി മോൺസ്റ്ററിനെ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ അവന്റെ പവർ അത് ഒരുപാട് കൂടുതലാണ്. അവന്റെ പവർ ഉപയോഗിച്ച് ആ ബാങ്കായിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു മാറും. ആ ഹോലോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് റാഞ്ചിയുടെ തൊട്ട് മുൻപിൽ വരും. അതിനുശേഷം റാഞ്ചി അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടി അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകളൊക്കെ ഉണ്ടാക്കും. ദൂരത്തായിട്ട് ജണ്ടയാണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. റാഞ്ചി അവൻ ചോര ചിന്തി ഓരോ ഭാഗത്തേക്ക് തെറിക്കുന്നത് കണ്ട് അവൻ ദൂരേക്ക് മാറും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഉരഹറ ഷോപ്പ് കാണിക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എന്തോ ഒരു പവർ സെൻസ് ചെയ്ത് അങ്ങനെ ചാടി എഴുന്നേക്കാണ്. അവൾ ചുറ്റും നോക്കും. അടുത്തുണ്ടായിരുന്ന ജിണ്ട കുഞ്ഞിപ്പയ്യൻ അവനെ അവിടെ കാണാനില്ല. അവളാണെങ്കിൽ പുറത്ത് എന്താ സംഭവിക്കണേന്ന് അറിയാനായിട്ട് ആ ഷോപ്പിന്റെ മുകളിലേക്ക് വരും. അപ്പോൾ അവൾ കാണും ആ കുഞ്ഞിപ്പയ്യൻ ജിണ്ട അങ്ങനെ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് റൂഫിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവൾ കാര്യം അന്വേഷിക്കും. പക്ഷെ അവനൊന്നും മറുപടി പറയില്ല. അവളാണെങ്കിൽ ആ മോൺസ്റ്റർ അരങ്കാർസിന്റെ പവർ അത് സെൻസ് ചെയ്ത് മുകളിലേക്ക് നോക്കും. അപ്പോൾ അവൾ കാണും നമ്മുടെ സോൾ റീപ്പേഴ്സും ആ ഹോളോ അരങ്കാസും ആ രണ്ട് ടീമും പരസ്പരം ഏറ്റുമുട്ടുന്നത്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവളെ തടയാനായിട്ട് ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായി ഇപ്പൊ ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് പോവും. അവൾക്കൊരിക്കലും അവളുടെ മുൻപിൽ വെച്ച് അവളുടെ ഫ്രണ്ട്സ് മരിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. അവൾ അങ്ങനെ നല്ല ഫോഴ്സിൽ വന്ന് ആ വെള്ളമുടിയൻ ഹോളോയെ അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഈ പെണ്ണ് അവൾ കാണും പോലെയല്ല, അവൾക്ക് നല്ല പവറാണ്. അവളുടെ പവറിൽ ആ ഒരു ഹോലോ അത് തെറിച്ച് ദൂരേക്ക് പോവാണ്. മാത്രമല്ല എന്റെ തലയിൽ നല്ലൊരു ഇഞ്ചുറി പറ്റി ഇപ്പോ ബ്ലഡ് ഒഴുകാനായിട്ട് തുടങ്ങും. ആ അലങ്കാർ മോൺസ്റ്റർ അവനങ്ങനെ പല്ല് കടിച്ച് അവൾക്ക് നേരെ പാഞ്ഞു വരും. ഒരു കുഞ്ഞി പെണ്ണ് അവൾ എന്നെ തോൽപ്പിക്കാൻ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അതേ സമയം അവളുടെ കൈ അങ്ങനെ അവന്റെ കഴുത്തിലിട്ട് മുറുക്കും. അവനാണെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ അനങ്ങാൻ കഴിയാതെ അങ്ങനെ ഫ്രീസ് ആവും. അടുത്ത സെക്കൻഡിൽ അവനാണെങ്കിൽ അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറും. അതിനുശേഷം കുഞ്ഞിപ്പെണ്ണിന്റെ കൈ വമ്പ ഫോഴ്സിൽ തട്ടി മാറ്റി അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അവൾക്കാണെങ്കിൽ ഓൾമോസ്റ്റ് അവളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോൾ കുഞ്ഞിപ്പയ്യൻ അവൻ അവിടേക്ക് വന്ന് ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യും. അവനാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണ് ജീവനാണ്, ഒരു കാരണവശാലും അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൈയിൽ കുഞ്ഞിപ്പെണ്ണിനെ താങ്ങിയെടുത്ത് മറ്റൊരു കൈ കൊണ്ട് നിർത്താതെ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ വലിയൊരു വെപ്പൻ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിന്റെ തലയിൽ ആഞ്ഞടിക്കും. അതുകൊണ്ട് റാഞ്ചി അവിടേക്ക് വന്ന് അവന്റെ ബാങ്കായി അത് വീണ്ടും റീസെറ്റ് ചെയ്ത് ആ ഹോളോ മോൺസ്റ്ററിനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ റാഞ്ചിയും അവന്റെ ബാങ്കായും അവർ രണ്ടുപേരും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ആ ഒരു മോൺസ്റ്ററിനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഹോളോ മോൺസ്റ്റർ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ഇപ്പോ തല്ലി കൊല്ലാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഷിറോ അവനും അവന്റെ ബാങ്കായൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഹോളോയെ റൗണ്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അവന്റെ ബാങ്കായൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ അവന്റെ മുൻപിൽ ഒന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ നീ ഒരു കൊച്ചു കുട്ടിയാണ്, സോൾ റീപ്പർ ആണെന്നേ ഉള്ളൂ. നിന്റെ പവർ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അത് കഴിയുമായിരുന്നെങ്കിൽ നീ പണ്ടേ എന്നെ തോൽപ്പിച്ചേനെ. നിനക്ക് ഈ പവറൊക്കെ വേസ്റ്റ് ആണ്, നീ ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ സോൾ റീപ്പറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. മോൺസ്റ്റർ അലങ്കാറാണെങ്കിൽ അതിന്റെ റിയൽ ഫോമിലേക്ക് വരികയാണ്. അത് കാണുമ്പോൾ
തോഷിറോയ്ക്ക് ഒരല്പം പേടി തോന്നും. കാരണം തോഷിറോയ്ക്ക് എപ്പോഴും അവന്റെ ഓപ്പണന്റിന്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്പെഷ്യൽ കഴിവുണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ ആ കഴിവ് വർക്കായില്ല. അവന്റെ പവറും എബിലിറ്റിയും ഒക്കെ കൂടി വരുന്ന കണ്ട തോഷിറോ അവൻ അല്പം ഭയക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് ആ അരങ്കാർ അവൻ ചിരിക്കും. നിങ്ങളുടെ എക്സ് സോൾ റീപ്പർ ക്യാപ്റ്റൻ സാക്ഷൽ ഐസൻ അവൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നെ പോലെ ഒരുപാട് അലങ്കാസിനെ അവൻ ഇതിനോടകം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് 11th നമ്പറാണ് അവൻ തന്നത്. സോ എന്നെ കഴിഞ്ഞും പവർഫുൾ ആയ ഒരുപാട് അലങ്കാസ് ഇനി വേറെയുണ്ട്. എന്റെ മുൻപിൽ പോലും നിനക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. സോ അവരുടെ മുൻപിൽ നീ എന്നല്ല നിന്റെ ടീമില് എത്ര പവർ ഉള്ളവരുണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും തോറ്റുപോകും. ടോഷിറോയ്ക്കാണെങ്കിൽ അവന്റെ കൺഫ്യൂഷനും പേടിയും അത് ഇരട്ടിയാവും. അതിന് ആ അരങ്കാരാണെങ്കിൽ തീർത്തു പറയും, ആദ്യത്തെ 10 അരങ്കാർസ് അവരുടെ പവർ അത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. അവരിൽ ഒരേ ഒരാൾ മതി നിങ്ങളെ എല്ലാം തന്നെ തകർത്തില്ലാതാക്കാൻ. ഇന്നത്തെ ദിവസം അത് ഞങ്ങളുടേതും നിങ്ങളുടേതുമാണ്. ഞങ്ങൾ ഇന്ന് ജയിക്കും, നിങ്ങൾ ഇന്ന് തോക്കും. നിങ്ങളെ എല്ലാവരെയും ഇന്ന് കളയാനാണ് ഞങ്ങളുടെ ടീമിനെ ഇവിടേക്ക് അയച്ചത്. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ അവന്റെ പവർ അൺബീറ്റബിൾ ആണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവരുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ ആ നീലമുടിയനെ കാണിക്കും. ഇവിടെ തോഷിറോയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവനങ്ങനെ ഭീതിയിൽ നടുങ്ങി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് സോൾ റീപ്പർ. അവൾ സത്യത്തിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൾ മരിച്ചതുപോലെ കിടന്ന് ആ അരങ്കാരനെ അവനെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അവളാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ സോൾ സൊസൈറ്റിയെ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സോൾ സൊസൈറ്റിയിൽ മാത്രമേ അവരുടെ പവർ അത് മുഴുവനായിട്ടും ഉപയോഗിക്കാൻ കഴിയൂ. ഹ്യൂമൻ വേൾഡിൽ അവരുടെ 20% പവർ അവരെ കൊണ്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ സോൾ സൊസൈറ്റിയിലുള്ള ക്യാപ്റ്റൻസിനോട് ഇപ്പോൾ സഹായം ആവശ്യപ്പെടും. അടുത്ത നിമിഷം ചുന്ദരിപ്പെണ്ണ് സോൾ റീപ്പറിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഹോലോ അവനാണെങ്കിൽ തിരിച്ചറിയാണ് നമ്മുടെ ചുന്ദരിപ്പെണ്ണ് സോൾ റീപ്പർ അവൾ മരിച്ചിട്ടില്ല എന്ന്. അവൾ അവനെ ചീറ്റ് ചെയ്ത് ആർക്കൊക്കെയോ ഇൻഫർമേഷൻ പാസ് ചെയ്യാണെന്ന് അവൻ തിരിച്ചറിയും. അവൻ ഫുൾ കലിപ്പില് അവളുടെ അടുത്തേക്ക് നടന്നെടുക്കും. അവനാണെങ്കിൽ കാലങ്ങനെ ഉയർത്തിയെടുത്ത് അവളെ ചവിട്ടാനായിട്ട് ആയും. അടുത്ത നിമിഷം അവളുടെ റെസ്ട്രിക്ഷൻസ് അത് ബ്രേക്ക് ചെയ്ത് അവൾ അവന്റെ പഞ്ച് തടയാണ്. മാത്രമല്ല സോൾ സൊസൈറ്റിയിൽ നിന്ന് അവരുടെ റെസ്ട്രിക്ഷൻസ് അത് ബ്രേക്ക് ചെയ്യാൻ ഇൻഫർമേഷൻ കിട്ടിയ അവള് ബാക്കിയുള്ളവർക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. എല്ലാ സോൾ റീപ്പർ ക്യാപ്റ്റൻസും ഒരുപാട് ഹാപ്പിയായി അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവരുടെ ബോഡിയിലുണ്ടായിരുന്ന സീലിംഗ് അത് പതിയെ ഇഴിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. അത് കണ്ട അരങ്ക സോലോസ് അവരങ്ങനെ ഷോക്കായിട്ട് അവരെ തന്നെ നോക്കും. ടോഷിറോ അവന്റെ പവർ അത് അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.